20-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ ചിന്തകരിൽ പ്രമുഖനും വിശ്വവിപ്ലവകാരിയുമായ ലെനിന്റെ 102-ാം ചരമവാർഷികമാണ് ഇന്ന്. മുതലാളിത്ത ലോകക്രമത്തെ വേരോടെ അറുത്തെറിഞ്ഞ് ഒരു സോഷ്യലിസ്റ്റ് ലോകക്രമം സാധ്യമാക്കിയത് 1917-ലെ ഒക്ടോബർ വിപ്ലവത്തിന്റെ നായകനായ ലെനിനാണ്. വിപ്ലവാനന്തരം ലോകരാഷ്ട്രീയം നിയന്ത്രിച്ച യൂണിയൻ ഓഫ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകന് 100 ചുവപ്പ് പൂക്കൾ. സൈദ്ധാന്തികൻ, പണ്ഡിതൻ, പത്രാധിപർ, പ്രഭാഷകൻ, പിന്നീട് ലോക വിമോചന പോരാട്ടങ്ങളുടെ ഊർജ്ജ സ്രോതസ്സായി മാറി. 1871-ലെ പാരീസ് കമ്മ്യൂണിലുയർന്ന വെറുമൊരു തീപ്പൊരിയെ ഒരു മഹാവിപ്ലവത്തിന്റെ തീക്കുണ്ടമാക്കി മാറ്റിയ ഉജ്ജ്വല പോരാളി. അതാണ് ലെനിൻ എന്ന റഷ്യൻ വിപ്ലവ ശില്പി. കാറൽ മാർക്സിനു ശേഷം തൊഴിലാളി വർഗ വിമോചന ചരിത്രം കണ്ട ഏറ്റവും വലിയ നേതാവ്. 1917-ലെ ഒക്ടോബർ വിപ്ലവം മുതലാളി വർഗത്തിന്റെ അടിവേരറുത്ത് ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു ലോകക്രമം തന്നെ സൃഷ്ടിച്ചു. പിന്നീട് അങ്ങോട്ട് USSR സാക്ഷിയായത് അടിമത്തരഹിത നാളുകൾക്കായിരുന്നു. കൃഷിഭൂമി കൃഷിക്കാർക്കും ഫാക്ടറികൾ തൊഴിലാളികൾക്കുമായി വിട്ടു നൽകി. സ്വകാര്യ സ്വത്താവകാശം റദ്ദാക്കി. അതുവരെയുണ്ടായിരുന്ന സകല ചൂഷണങ്ങളും അടിമുടി തുടച്ചു നീക്കി. 20-ാം നൂറ്റാണ്ടിനെ മാറ്റിമറിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവമായിരുന്നു ഒക്ടോബർ വിപ്ലവമെങ്കിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള രാഷ്ട്രീയ ചിന്തകനായി ലെനിൻ മാറി. ലെനിനിസം എന്ന രാഷ്ട്രീയ ചിന്താ പദ്ധതി പോലും ലോകമെങ്ങും വ്യാപിച്ചു. 1991-ൽ സോവിയറ്റ് സ്വാതന്ത്ര്യം അവസാനിച്ചപ്പോഴും റഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ ഉൾമനസ്സിൽ നിന്ന് ലെനിൻ എന്ന വിപ്ലവകാരിയെ മായ്ച്ചു കളയാൻ ആർക്കും കഴിഞ്ഞില്ല. ഒടുവിൽ 1924 ജനുവരി 21-ന് 54-ാം വയസ്സിൽ വിപ്ലവം ബാക്കിയാക്കി ലെനിൻ യാത്രയായി. ആ ദിവസത്തെക്കുറിച്ച് ബെർട്ടോൾഡ് ബ്രെഖ്റ്റ് എഴുതിയ ഒരു വരിയുണ്ട്. അത് ഇങ്ങനെയാണ്: ലെനിന്റെ ശരീരത്തിന് കാവൽ നിന്ന പട്ടാളക്കാരൻ വിശ്വാസം വരാതെ അകത്തു ചെന്ന് അദ്ദേഹത്തിന്റെ കാതിൽ ഉറക്കെ പറഞ്ഞു, "ഇല്ലിച്ച്, എഴുന്നേൽക്കൂ, ചൂഷകന്മാർ വന്നുകൊണ്ടിരിക്കുന്നു." പക്ഷേ ലെനിൻ കേട്ടില്ല, ഇളകിയില്ല. അപ്പോൾ അത്രേ അയാൾക്കുറപ്പായുള്ളൂ, ആ വിപ്ലവ സൂര്യൻ അസ്തമിച്ചുവെന്ന്. വിപ്ലവം ബാക്കിയാക്കി യാത്രയായെങ്കിലും ആകാശത്തോളം ഉയരവും ആഴിയേക്കാൾ ആഴവുമുള്ള മാനവികതയുടെ ശബ്ദമുയരുന്ന എവിടെയും വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യനോവ് ലെനിൻ എന്ന മനുഷ്യസ്നേഹി ഉണ്ടാകും, നിത്യവിപ്ലവ മന്ത്രമായി. ഭദ്രാചന്ദ്രൻ, ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.